അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 25 ബുധനാഴ്ച. ADGP MR അജിത് കുമാർ ഉണ്ടാക്കിയ പ്ലാൻ പ്രകാരമാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MR അജിത് കുമാർ പൂരം കലക്കാൻ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയ ആളാണെന്നും ഇക്കാര്യം അന്വേഷിക്കുന്നതാകട്ടെ അജിത് കുമാർ തന്നെയാണെന്നും ഇതിലും വലിയ തമാശയുണ്ടോയെന്നും VD സതീശൻ ചോദിച്ചു. കൊച്ചിയിൽ കോൺഗ്രസ് ബ്ലോക്ക് തല പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. എല്ലാ കള്ളക്കടത്തുകാരുടെയും താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. CPIക്ക് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അഭിപ്രായമില്ലാതാകുന്നു. എല്ലാത്തിന്റെയും ഒന്നാം പ്രതി മുഖ്യമന്ത്രി തന്നെയാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലെ ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് DGP മടക്കാത്തതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ADGP MR അജിത് കുമാർ വിഷയത്തിലെ സംഭവ വികാസങ്ങൾ പൊതുസമൂഹത്തിൽ CPIയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്നും ഇക്കാര്യത്തിൽ ഉചിതമായി തീരുമാനമെടുക്കേണ്ടത് പാർട്ടി നേതൃത്വമാണെന്നും മുതിർന്ന CPI നേതാവ് KE ഇസ്മായിൽ. പാർട്ടി എടുക്കുന്ന ഉറച്ച തീരുമാനം LDFൽ അംഗീകരിക്കുന്ന കീഴ്വഴക്കമാണ് മുൻപുണ്ടായിരുന്നതെന്നും വെറും വാക്കായി വർത്തമാനം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ലെന്നും ഇസ്മായിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ RSS ഏജന്റാണെന്ന് K മുരളീധരൻ. തിരുവനന്തപുരത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും അതിന്റെ ലാഭം മുഖ്യമന്ത്രിക്ക് ലഭിച്ചെന്നും മുരളീധരൻ പറഞ്ഞു. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സംഭവത്തിൽ പ്രതികരിച്ച് അതിജീവിത. ജീവിതം ഒരു ബൂമറാങ്കാണെന്നും നിങ്ങൾ എന്താണോ നൽകുന്നത് അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നും ഫേസ്ബുക്കിൽ അതിജീവിത കുറിച്ചു. കേസ് നടക്കുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ലെന്നും അതിജീവിത പ്രതികരിച്ചു. ഹൈക്കോടതിയുടെ അറസ്റ്റ് ഉത്തരവിന് പിന്നാലെ ഒളിവിൽ പോയ നടൻ സിദ്ദിഖ് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിലേക്ക്. സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുന്നതിന് മുന്നോടിയായി സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായി കൂടിയാലോചന നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പീഡനം നടന്ന് 8 വർഷങ്ങൾക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യത്തിന് സിദ്ദിഖിന് അവകാശമുണ്ടെന്നാണ് സീനിയർ അഭിഭാഷകൻ നൽകിയ നിയമോപദേശം എന്നാണ് സൂചന. നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ തടസ്സ ഹർജി നൽകാനൊരുങ്ങി അതിജീവിത. തന്റെ ഭാഗം കൂടി കേൾക്കാതെ ഇടക്കാല ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കരുതെന്നാണ് പരാതിക്കാരിയുടെ ആവശ്യം. ലൈംഗിക അതിക്രമ കേസിൽ നടനും MLAയുമായ M മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചത് 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം. ഇന്നലെ രാവിലെ 10:15 അഭിഭാഷകനൊപ്പമാണ് മുകേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. മുകേഷ് MLA സ്ഥാനം ഒഴിയേണ്ടെന്ന നിലപാട് ആവർത്തിച്ച് കോൺഗ്രസ് MP ശശി തരൂർ. ആരോപണത്തിന്റെ പേരിൽ മാറി നിന്നാൽ 3 മാസം കഴിഞ്ഞ കേസില്ലെന്ന് പോലീസ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് എന്ത് സംഭവിക്കുമെന്നും തരൂർ ചോദിച്ചു. ഇത് പാർട്ടിയുടെ നയമല്ല, തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. MLA PV അൻവറിനെതിരെ പ്രതിഷേധവുമായി വനം വകുപ്പ് ജീവനക്കാർ. PV അൻവർ വാഹന പാർക്കിംഗിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിൽ വിമർശിച്ചു. ജീവനക്കാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെ പോകുന്നതിനും ഒരുക്കമാണെന്ന് ഓരോ അംഗങ്ങൾക്കും ഉറപ്പു നൽകുന്നുവെന്നും സംഘടന വ്യക്തമാക്കി. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ സസ്പെൻഷൻ നേരിട്ട ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥൻ എന്നിവരെ സർവീസിൽ തിരിച്ചെടുത്തു. ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് VC ഉൾപ്പെടെ 4 പേർ ആവശ്യപ്പെട്ടെങ്കിലും മാനേജ്മെന്റ് കൌൺസിലിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഇത് എതിർത്തു. കൂടുതൽ നടപടി വേണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ആവശ്യപ്പെട്ടിരുന്നു. ചെറായി മുനമ്പം വില്ലേജുകളിലെ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് കയ്യേറുന്നുവെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് പരാതി നൽകി സീറോ മലബാർ സഭ. 600-ലധികം കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണെന്നും വഖഫ് നിയമ ഭേദഗതിയിൽ ഈ വിഷയം പരിഹരിക്കാനുള്ള നിർദ്ദേശമുണ്ടാകണമെന്നും ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കഴിഞ്ഞ മാസം 10-ന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. തിരുവനന്തപുരത്ത് ആംബുലൻസ് ഉടമകളുമായും തൊഴിലാളി പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി.
10 കിലോമീറ്ററിന് മിനിമം നിരക്കെന്നും ആദ്യ 1 മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല എന്നും മന്ത്രി അറിയിച്ചു. എംപോക്സ് ക്ലെയ്ഡ് 1ബിയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അനാവശ്യ പ്രചരണം ഒഴിവാക്കണമെന്നും എന്നാൽ പ്രഹരശേഷി കൂടുതലുള്ള വകഭേദമാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി പ്രതികരിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. തൊഴിൽ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പൂനെയിലെ EY ഓഫീസിൽ നേരിട്ടെത്തി അന്ന സെബാസ്റ്റ്യന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. അടുത്ത ആഴ്ച മഹാരാഷ്ട്ര സർക്കാർ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറും. അതേസമയം സംഭവത്തിൽ തന്റെ പ്രസ്താവന വളച്ചൊടിച്ച് പ്രതിപക്ഷമാണ് അന്നയെ അപമാനിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആരോപിച്ചു. പാലക്കാട് ആലത്തൂരിലെ തോണിപ്പാടത്ത് നടത്തിയ കാളപ്പൂട്ട് മത്സരത്തിനെതിരെ കേസെടുത്ത പോലീസ്. മാധ്യമവാർത്തകളെ തുടർന്ന് പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് ഇന്ത്യ എന്ന സംഘടനയുടെ പരാതിയിലാണ് നടപടി. നിയമവിരുദ്ധമായി കാളയോട്ടത്തിനായി മൃഗങ്ങളെ ഉപദ്രവിച്ചു, കാണികളെ അപകടത്തിലാക്കുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചു എന്നതാണ് കേസ്. വയനാട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വിശ്വനാഥൻ UDF കൺവീനർ സ്ഥാനം രാജിവെച്ചു. ജില്ലയിലെ DCC പ്രസിഡന്റ് ND അപ്പച്ചനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് രാജി. DCC പ്രസിഡന്റിന് ഗ്രൂപ്പ് കളിക്കാനാണ് താൽപര്യമെന്നും ജില്ലയിൽ കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും കെ വിശ്വനാഥൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ ഡിസംബർ 2 മുതൽ 18 വരെ 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും വിചാരണ. വിചാരണയുടെ 2ാം ഘട്ടം ജനുവരിയിൽ നടക്കും. തിരുവനന്തപുരം 1ാം ക്ലാസ് സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കോടതിയിൽ നേരിട്ട് ഹാജരായ ശ്രീറാം വെങ്കിട്ടരാമൻ കുറ്റം നിഷേധിച്ച സാഹചര്യത്തിലാണ് വിചാരണ ആരംഭിക്കാൻ കോടതി തീരുമാനിച്ചത്. മുതലപ്പുഴ അഴിമുഖത്ത് ബോട്ട് മറിഞ്ഞ മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി തുറമുഖ വകുപ്പ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് തുറമുഖ വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുലിമുട്ട് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സർക്കാരിനും പാർട്ടിക്കുമെതിരായ കള്ളപ്രചാരണങ്ങളിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത CPM നേതാവ് EP ജയരാജൻ. ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞ ശേഷം ആദ്യമായാണ് ജയരാജൻ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. MV ജയരാജൻ, TV സുമേഷ് MLA തുടങ്ങിയ നേതാക്കളും മാർച്ചിൽ പങ്കെടുത്തു. മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് കൊല്ലപ്പെട്ട കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളി സുപ്രീംകോടതി. എന്നാൽ കേസിന്റെ വിചാരണ വേളയിൽ മറ്റാരുടെയെങ്കിലും പങ്ക് തെളിഞ്ഞാൽ നിയമപരമായി മാർഗം തേടാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു. 2018 ഫെബ്രുവരി 12-ന് എടയന്നൂരിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പുതുപ്പള്ളിയിൽ പണികഴിപ്പിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്ന് മന്ത്രി MB രാജേഷ്. EMSനെ മാത്രമേ ആദരിക്കാവൂ എന്ന നിലപാട് ഇടതുപക്ഷത്തിനില്ലെന്നും കേരളത്തിലെ രാഷ്ട്രീയമായ സഹിഷ്ണുതയുടെയും ഉന്നതമായ ജനാധിപത്യ ബോധത്തിന്റെയും പ്രതീകങ്ങളായി അവ ഉയർന്നു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ മാലിന്യമുക്തമാക്കാൻ ഒറ്റക്കെട്ടായ ഒരു പൊതുജന മുന്നേറ്റം ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചുള്ള യോഗത്തിൽ തീരുമാനിച്ചതായി മന്ത്രി MB രാജേഷ്. ആരെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്നത് ഫോട്ടോയെടുത്ത് 9467008000 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തു കൊടുത്താൽ മാലിന്യം നിക്ഷേപിച്ച ആളിൽ നിന്ന് 10,000 രൂപ പിഴ ഈടാക്കും. പടം അയച്ചുകൊടുത്ത ആൾക്ക് 2,500 രൂപ പാരിതോഷികമായി നൽകുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുൻ അടക്കമുള്ളവർക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുകയാണെന്ന് നാവികസേന. നിലവിൽ നാവികസേനയുടെ കോർഡിനേറ്റുകൾ എല്ലാം ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നൽകി. ഇനി നാവികസേനയെ ആവശ്യം വരുന്നതിനനുസരിച്ച് മാത്രം വിളിക്കാനും തീരുമാനമായി. മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ നിപ്പ മൂലമുള്ള മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചു. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7, മമ്പാട് പഞ്ചായത്തിലെ 7ാം വാർഡ് എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണവും മാസ്ക് നിർബന്ധമാക്കിയതടക്കം ജില്ലയിൽ പൊതുവായി ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു.
സിനിമാ പ്രമോഷൻ പരിപാടികളും അഭിമുഖങ്ങളും കവർ ചെയ്യുന്നതിന് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അടക്കം 6 മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ഇനി അനുമതി ഉണ്ടാകൂ. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടുനൽകുന്ന വിഷയത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകാൻ MM ലോറൻസിന്റെ 3 മക്കൾക്കും അറിയിപ്പ്. മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടു നൽകരുതെന്നാണ് മകൾ ആശ ആവശ്യപ്പെടുന്നത്. തീരുമാനം വരും വരെ ലോറൻസിന്റെ മൃതദേഹം പഠന ആവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും തൽക്കാലം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനുമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തി. വെടിമരുന്ന് കൈകാര്യം ചെയ്യുന്നതിനുള്ള ലൈസൻസ് അനുവദിക്കുന്നതിൽ ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന സംശയത്തെ തുടർന്ന് വിജിലൻസ് പരിശോധന നടത്തിയത്. ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ വിസ്ഫോടൻ എന്ന പേരിട്ട് പരിശോധന സംഘടിപ്പിച്ചതെന്ന് വിജിലൻസ് അധികൃതർ അറിയിച്ചു. എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മധ്യപ്രദേശിലെ ദാമോ കട്നി സംസ്ഥാന പാതയിൽ ട്രക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഇന്നലെ വൈകുന്നേരമുണ്ടായ അപകടത്തിൽ 7 പേർ മരിച്ചു. ട്രക്ക് ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ ആദ്യമായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലൊരുങ്ങുന്ന ഡ്രൈവറില്ല മെട്രോ ട്രെയിനുകൾ ദില്ലിയിൽ സർവീസ് നടത്തും. ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിൽ നിന്നാണ് ആദ്യ സെറ്റ് ട്രെയിനുകൾ എത്തുക. ഡൽഹി മെട്രോ കുടുംബത്തിന് ചരിത്രപരമായ ദിനമാണിതെന്ന് ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ വികാസ് കുമാർ പറഞ്ഞു. തമിഴ് ചലച്ചിത്ര സംവിധായകൻ മോഹൻജിയെ തിരുച്ചിറപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പഴനി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർക്ക് വിതരണം ചെയ്യുന്ന പഞ്ചാമൃതത്തിൽ പുരുഷ ലൈംഗിക ശേഷി ഇല്ലാതാക്കുന്ന മരുന്ന് ചേർക്കുന്നുണ്ടെന്ന പരാമർശത്തെ തുടർന്നാണ് അറസ്റ്റ്. മതേതരത്വം യൂറോപ്യൻ ആശയമാണെന്നും അത് ഇന്ത്യയിൽ ആവശ്യമില്ലെന്നുമുള്ള തമിഴ്നാട് ഗവർണർ RN രവിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ്. ഗവർണറുടെ പ്രസ്താവന അന്യായമാണെന്നും അംഗീകരിക്കാനാവില്ലെന്നും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. രവിയെ ഗവർണർ സ്ഥാനത്തു നിന്ന് നീക്കണമെന്നും അദ്ദേഹം അപമാനമാണെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു. മൈസൂരു നഗരവികസന അതോറിറ്റി ഭൂമി ഇടപാട് കേസിൽ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ BJPക്കെതിരെ വിമർശനവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. BJPയുടേത് പ്രതികാര രാഷ്ട്രീയമാണെന്നും സാമൂഹ്യനീതിക്കായി പോരാടുന്നതിലാണ് BJPയും JDSും പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ലെബനനിൽ ഇസ്രായേൽ നടത്തിവരുന്ന വ്യാപക വ്യോമാക്രമണത്തിൽ മരണം 558. ബെയ്റൂത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും ഒരു കമാൻഡറെയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം. ലെബനനെ മറ്റൊരു ഗാസയാക്കി മാറ്റാൻ അനുവദിക്കരുതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ. ഇസ്രായേലിനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാ വിധത്തിലുള്ള പിന്തുണയും ലഭിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നും മസൂദ് പെസഷ്കിയൻ പറഞ്ഞു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസിന് വൻ ഭൂരിപക്ഷം പ്രവചിച്ച് റോയിറ്റേഴ്സ് ഇപ്സോസ് സർവേ. US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ 7 പോയിന്റ് ലീഡാണ് കമല സർവേകളിൽ നേടിയിരിക്കുന്നത്. അതേസമയം US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായ കമല ഹാരിസിനോട് തോറ്റാൽ ഇനി ഒരു തവണ കൂടി മത്സരിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.